പ്രിയമുള്ളവരെ, യുപിയിലൊക്കെ നടന്ന സംഗതികൾ പോലീസുകാരന്റെ ഒത്താശയോടുകൂടി അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയട്ടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിയമത്തെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കുപ്രസിദ്ധിയാർജിച്ച PSC അടക്കമുള്ള പോലീസ് സംവിധാനം ഇന്ത്യക്ക് നാണക്കേടാണ്. അക്രമകാരികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് അവർ കഴിഞ്ഞാടാൻ എല്ലാ അവസരവും കൊടുക്കുന്നു. പോലീസ് ഏത് അക്രമകാരികളാര്, സംഘപരിവാറുകാരനാര്, RSSകാരനും ABVPക്കാരനും പോലീസുകാരനും ഒന്നിച്ചൊന്നായി മാരകായുധങ്ങളുമായി JNUവിലടക്കം രാത്രി എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. ജാമിയ മില്ലിയയിൽ, യുപിയിൽ, മീററ്റിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയ സംഗതികൾ കോടിക്കണക്കിന് ഉറുപ്പികയാണ് കൊള്ളയടിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് അതൊക്കെ തന്നെയും തല്ലി തകർക്കുന്നു. സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കുന്നു. എന്നിട്ടോ ഈ പാവപ്പെട്ട ഇരകൾക്കെതിരെ തന്നെ കേസുകളും എടുക്കുന്നു. അതും NSA അടക്കമുള്ള കേസുകൾ. എല്ലാം നശിപ്പിച്ചതിന് ശേഷം നഷ്ടപരിഹാര തുകയും ഇരകളിൽ നിന്ന് തന്നെ ഈടാക്കുന്ന എന്ത് അപകടകരമായ ഒരു ശൈലി, എന്ത് അപകടകരമായ ഒരു ശൈലി. ഭരണകൂടത്തിൽ നിന്ന് ഇത്തരം ഒരു ശൈലിയാണ് ഉണ്ടാകും. സ്വാഭാവികമായും നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നീതിപീഠങ്ങളുടെ മുന്നിലേക്ക് രാജ്യത്തെ പൗരന്മാർ കടന്നു ചെല്ലുന്നത്. പക്ഷേ വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, നീതിപീഠങ്ങളും ഈ ഭരണ തമ്പുരാക്കന്മാരുടെ തടവറയിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ കോടതികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിധികൾ, ഇന്നലെ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം 22-ാം തീയതി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നപ്പോ സുപ്രീം കോടതിയിൽ നടന്ന സംഗതികൾ, ഒരു കാര്യമുണ്ട്, നിയമനിർമ്മാണ സഭകൾക്ക് തെറ്റ് സംഭവിക്കാം, എക്സിക്യൂട്ടീവിന് തെറ്റ് സംഭവിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ ജനാധിപത്യ സംവിധാനത്തിൽ നീതിക്ക് വേണ്ടി ഏറ്റവും അവസാനമായി മുട്ടുന്ന വാതിലുകളാണ് നമ്മുടെ നീതിപീഠങ്ങളുടേത്. അത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജുഡീഷ്യറി അതിന്റെ ചരമക്കുറിപ്പ് സ്വയം എഴുതുകയാണ് എന്നല്ലാതെ എന്തു പറയാൻ. ഈ സംഘപരിവാർ ഭരണത്തിൽ, ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭരണത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ബാബരി മസ്ജിദിന്റെ വിധി നമ്മുടെ മുന്നിലുണ്ട്. കോടതികളെ പോലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഫാഷിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈലിയാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത്. കോടതികളെ പോലും അങ്ങനെ കീഴ്പ്പെടുത്തിയിരിക്കുകയല്ലേ. ശബരിമല കേസുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ അമിത്ഷാ പറഞ്ഞല്ലോ, കോടതിയോട് പറഞ്ഞല്ലോ, പ്രായോഗികമായിട്ടുള്ളത് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ, പ്രായോഗികമായിട്ടുള്ളത് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ എന്ന് അമിത്ഷാ പറഞ്ഞാൽ, നരേന്ദ്രമോദിയും അമിത്ഷായും ആഗ്രഹിക്കുന്നത് മാത്രമേ നിങ്ങൾ വിധിക്കാൻ പാടുള്ളൂ എന്നാണ് നീതിപീഠങ്ങളിലേക്കുന്ന ന്യായാധിപന്മാരോട് പറഞ്ഞതെങ്കിൽ ആ ന്യായാധിപന്മാർ അനുസരിക്കേണ്ടത് അവരുടെ തീട്ടൂരങ്ങളെയല്ല, അവർ മാനിക്കേണ്ടത് വിചാരധാരയല്ല, അവർ മാനിക്കേണ്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ഭരണഘടനയാണ്. പക്ഷേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ കേസ് നിങ്ങൾ പരിശോധിച്ചു നോക്കി. ബാബരി മസ്ജിദിന്റെ കേസിൽ വിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആ കേസിന്റെ നാൾ വഴികളൊക്കെ പറഞ്ഞത് ശരിയാണ്. അവിടെ ബാബരുടെ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി പണിഞ്ഞത് എന്നതിനൊരു തെളിവുമില്ല. കോടതി നിരീക്ഷിച്ചു. 1949 ഡിസംബർ മാസം 22-ാം തീയതി ബാബരി പള്ളിയുടെ അകത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റാണ്. കോടതി പറഞ്ഞു. 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി പള്ളി തകർത്തത് ക്രിമിനൽ കുറ്റമാണ്. കോടതി പറഞ്ഞു. എല്ലാം പറഞ്ഞു വെച്ച കോടതി അവസാനം പറഞ്ഞു, ഇതൊക്കെയാണ് ശരിയെങ്കിലും ആ പള്ളി, അതിന്റെ ഉടമസ്ഥാവകാശം അക്രമകാരികൾക്ക് ഇരിക്കട്ടെ. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി എവിടെയെങ്കിലും ഒരു 5 ഏക്കർ ഭൂമി അങ്ങ് നൽകണം. ഇതെന്തു നീതി, ഇതെന്തു ന്യായം? എത്ര ചിന്തിച്ചിട്ടും എത്ര പരിശോധിച്ചിട്ടും സാമാന്യ ബോധമുള്ളവർക്കാർക്കും എന്താണ് വിധിയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ആ കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. നിയമവാഴ്ചയിൽ വിശ്വാസമുള്ളത് കൊണ്ട്
ഭരണഘടനയിൽ വിശ്വാസമുള്ളത് കൊണ്ട് ആ കോടതി വിധിയെ മാനിക്കുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ ആ വിധി നീതിയല്ല എന്ന് പറയാനുള്ള ആർജവവും ഇന്ത്യയിലെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടുകൂടാ, ഒരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാ. ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ശരി, കോടതിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ശരി, നീതിയല്ലാതെ വന്നാൽ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പരാമർശമുണ്ടായാൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവവും ആണത്വവും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നാം ഇവിടെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ സ്വതന്ത്രമായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് നമ്മുടെ മുൻഗാമികൾ അത്തരം അനീതികളെ ചോദ്യം ചെയ്തതുകൊണ്ടാണ്. ആ അനീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് പോരാട്ടത്തിന്റെ പാതയിൽ സകലതും സമർപ്പിക്കാൻ സന്നദ്ധരായതുകൊണ്ടാണ്. അത് നമ്മൾ മറന്നുപോയി. ഈ വിഷയത്തിലും അതല്ലേ സംഭവിച്ചത്? പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുമ്പോ രാജ്യം ഒന്നടങ്കം, സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പൊതുവായി നാം ഒന്നെടുത്ത് വിലയിരുത്തിയാൽ കൊടും ശൈത്യത്തിൽ മൂടി പുതച്ച് കിടക്കുന്ന ഒരു ഘട്ടമാണ് ഡിസംബർ ജനുവരി മാസം. കേരളം മാത്രം നാം കാണരുത്, ഇന്ത്യ ഒട്ടുക്ക് നാം പരിശോധിച്ചാൽ. പക്ഷേ പ്രക്ഷോഭ ചൂടിൽ തിളച്ചു മറിയുകയല്ലേ. കുഞ്ഞു കുട്ടികളടക്കം, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളടക്കം, പ്രിയമുള്ളവരെ, അക്ഷരം നന്നായി തെളിഞ്ഞു വരാത്ത, നന്നായി തിരിയാത്ത പ്രായത്തിലെ കൊച്ചു കുട്ടികൾ പോലും വന്നു നിന്നുകൊണ്ട് ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അനീതിക്കെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ പാതയിൽ അണിചേർന്നിരിക്കുമ്പോൾ 100-105 വയസ്സായ അമ്മമ്മമാർ വരെ, ഉമ്മമ്മമാർ വരെ പ്രക്ഷോഭത്തിൽ അണിചേർന്ന് രാജ്യമൊട്ടുക്ക്, പാഠശാലകൾ മുതൽ പണിശാലകൾ വരെ, കൃഷിയിടങ്ങൾ മുതൽ വ്യവസായശാലകൾ വരെ, നാട് നഗരങ്ങൾ, നമ്മുടെ തെരുവീഥികൾ പോരാട്ടത്തിന്റെ ക്ലാസ് മുറികളായി രൂപാന്തരപ്പെട്ടിരിക്കുമ്പോ, കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോ, കലാലയങ്ങളിൽ, എല്ലാ മേഖലകളിലും ഇതൊന്നും കാണാൻ നമ്മുടെ കോടതികൾക്ക് കാണുന്നില്ല. സാധാരണ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടുകൂടി, വളരെ നിസ്സാരമായ ഒരു കേസ് കൈകാര്യം ചെയ്ത ഒരു ലാഘവത്തോടുകൂടി ഇത് അപകടകരമാണ് ഈ പോക്ക്. ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് അവസരം വിനിയോഗിക്കുന്നില്ല. ഇവിടെ ഭരണകൂടവും നീതിപീഠവും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് സംശയമുണ്ടായാൽ, നിങ്ങൾക്ക് സംശയമുണ്ടായാൽ, ആ സംശയം അപകടകരമാണ്. അത്തരം ഒരു സംശയത്തിന്, അത്തരം ഒരു സന്ദേഹത്തിന് ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവസരം കൊടുത്തുകൂടാ. നീതിപീഠങ്ങൾ ഒരു കാരണവശാലും കൊടുത്തുകൂടാ. ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയട്ടെ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്നവരാണ്. ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള, ജനങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു സർക്കാരല്ല അധികാരത്തിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയായിരുന്നില്ലേ? ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്ന BJP-ക്കാരന് ഉത്തരം പറയാൻ സാധിക്കുമോ? വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പറയട്ടെ, ഉറപ്പിച്ച് തന്നെ ഞങ്ങൾ പറയട്ടെ, ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, 2014 പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോ നരേന്ദ്രമോദി NDA-യുടെ തലവനായി പ്രത്യക്ഷപ്പെട്ടു. അന്ന് AICC-യുടെ പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി പറഞ്ഞു, ഇദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയാണ് എന്ന്. ശരിയല്ലേ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകണ്ട. നരേന്ദ്രമോദി ഏത് കോട്ട് ധരിച്ചാലും ശരി, എത്ര ലക്ഷം ഉറുപ്പികയുടെ കോട്ട് ധരിച്ചാലും ശരി, ലോകത്തിലെ ഏറ്റവും മുന്തിയ തരം സുഗന്ധദ്രവ്യം അദ്ദേഹം പൂശിയാലും ശരി, അങ്ങാരാണ് എന്ന് ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം അങ്ങയുടെ ഉള്ള എന്താണ് എന്ന്. ഗുജറാത്തിലെ വംശഹത്യയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യപത്രം. ആ നരേന്ദ്രമോദി അന്ന് തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം പ്രസംഗിച്ചു. ആയിരക്കണക്കിന് വേദികളിൽ സ്വർഗീയ സമാനമായ ഒരു ഇന്ത്യ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ പട്ടിണി മാറ്റും, ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാക്കുമെന്ന് മാത്രമല്ല, പാവപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയി 0 ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങി അടുത്തുള്ള ബാങ്കുകളിൽ പോയി
നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഒഴുകിയെത്തുന്ന ഒരു നല്ല നാൾ വരാൻ പോകുന്നു. പണക്കാരന്റെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ, സ്വിസ് ബാങ്കുകളിലടക്കം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി അത് കണ്ടുകെട്ടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഞാൻ നിക്ഷേപിക്കും, ഒരു സംശയവും വേണ്ട. പാവപ്പെട്ട ജനങ്ങൾ ഒരു വേള അതിൽ വിശ്വസിച്ചു പോയി, അവർ വോട്ട് ചെയ്തു. അന്ന് അങ്ങനെ തന്നെയാണ് അധികാരത്തിലെത്തിയത്. അന്ന് അട്ടിമറിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അധികാരത്തിലെത്തിയിട്ട് എന്തു ചെയ്തു? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് ഒരു രാത്രി പ്രത്യക്ഷപ്പെട്ടിട്ട് 500-ന്റെയും 1000-ന്റെയും നോട്ടം നിരോധിച്ചു. എപ്പോഴും ഇവർ രാത്രിയാ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇരുട്ടിന്റെ ശക്തികളാ. ഏത് സംഗതിയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി, ഇരുട്ടത്താണ് അവരുടെ സകല സംഗതികളും നടക്കുക. നോട്ട് നിരോധിച്ചതും അങ്ങനെ തന്നെയാ. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. അന്ന് പലതും പറഞ്ഞു, 90 ദിവസം നിങ്ങൾ എനിക്ക് നൽകൂ. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരെയാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാഷ്ട്രങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക കള്ളനോട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു മാസ്മരികത ഇപ്പോഴും പറഞ്ഞില്ലേ. ഈ രാജ്യം പ്രക്ഷോഭത്തിൽ കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിലും പറയുകയാണ്, എന്നെ അങ്ങ് കൊന്നോളൂ, ഇന്ത്യയെ നിങ്ങൾ വെറുതെ വിടൂ. എന്തൊരു വായാടിത്തം! ഇങ്ങനെയുമുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, രാജ്യം ഭരിക്കുന്നവന്റെ യോഗ്യത എന്ന് പറയുന്നത് വായാടിത്തമല്ല. 4ാം കിടക്കാരനെ പോലെ, നമുക്കറിയാം 4ാം കിട പ്രസംഗരുണ്ടല്ലോ, അവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ നാണക്കേടല്ലേ ഇത്? നമുക്ക് ലജ്ജ തോന്നുന്നു ഈ മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയാൻ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാ പ്രിയദർശിനി, വിശ്വനാഥ് പ്രതാപ് സിംഗ്, മൊറാർജി ദേശായി അടക്കമുള്ളവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുമായിരുന്നു, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായിക്കൊള്ളട്ടെ. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും ഇന്ത്യ ഭരിച്ചല്ലോ. പക്ഷെ അവർക്കൊക്കെ ഒരു നിലവാരമുണ്ടായിരുന്നു. ഇതെന്തു മനുഷ്യനാ? അന്നും പറഞ്ഞു 90 ദിവസം, പലതും പറഞ്ഞു. ഓരോ ദിവസവും ഓരോ സ്റ്റണ്ടുമായി ഇറങ്ങും. സ്വച്ഛ് ഭാരത്, ഒരു ചൂലും എടുത്തുകൊണ്ടിറങ്ങി ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു, കുറെ ചപ്പുചവർ കൊണ്ടുവന്നിടുന്നു. ഇതെന്തു പൊറാട്ട നാടകം! നോട്ട് നിരോധിച്ചോ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ. ആ മനുഷ്യന്റെ പാർട്ടിയാണ്, അദ്ദേഹമാണ്, കൂട്ടാളികളാണ് ഇന്ത്യ ഒട്ടുക്ക് ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു, ലോകത്തിലെ ഏറ്റവും അധികം ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്ന ജനസമൂഹം, അതിൽ 2ാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ. കാശ്മീരിൽ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ട് എത്രയോ മാസമായി. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ, പല സ്റ്റേറ്റുകളിലും. കേരളത്തിൽ ജീവിക്കുന്ന നാം ഒന്നും അറിയുന്നില്ല. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിൽ ജീവിക്കുന്ന നാം ഒന്നും അറിയുന്നില്ല. ഈ പശ്ചാത്തലമല്ല കേരളത്തിന്റെ അതിർത്തികൾ വിട്ടാൽ മറ്റു സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയെ പറ്റി വാചാലമാകും. മേക്കിംഗ് ഇന്ത്യ, ഒരു രാജ്യം, ഒരു നികുതി, നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം ഒന്ന്, മതം ഒന്ന്, പാർട്ടി ഒന്ന്, നേതാവ് ഒന്ന്, ഭാഷയൊന്ന്, എല്ലാം ഒന്നിന്റെ കണക്കാണ്. എല്ലാം ഒന്നിന്റെ കണക്ക്. അതുകൊണ്ടായിരിക്കാം മോഡി ഒരു ഭാര്യയെ പോലും കൂട്ടാത്തത്. പ്രിയമുള്ളവരെ, എല്ലാം ഒന്ന്, ഒരു രാജ്യം, ഒരു നികുതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? ഞാനും നിങ്ങളും എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അജണ്ടകൾ, പ്രിയമുള്ളവരെ, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട അജണ്ടകളെ, വിഷയങ്ങളെ ഇവർ മൂടി വച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഭരണപരാജയം ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് വർഗീയ അജണ്ടകൾ ഒന്നൊന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. രാജ്യം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു, രാജ്യത്തെ വിറ്റു തുലച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് എന്തുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. പ്രിയമുള്ളവരെ, ചരിത്രത്തോടുള്ള നിഷേധമാണ്. നിങ്ങൾ ചരിത്രത്തെ ഭയക്കുന്നവരാണ്. ഇന്ത്യയുടെ ചരിത്രം എന്താ? അധിനിവേശ ശക്തികൾ, ശത്രുക്കൾ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. ആദ്യമായി കടന്നു വന്നത് ആരാ? പോർച്ചുഗീസുകാരനായിരുന്നു. 1498 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. അന്ന് ശത്രു സമൂഹത്തിന്റെ വരവിനെ പറ്റി മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ചരിത്രത്തിന്റെ ഏടുകളൊന്ന് പരിശോധിച്ചു നോക്കി. കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി ഉണ്ടല്ലോ, ആ പൊന്നാനിയുടെ ദർസി കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന സൈനുദ്ദീൻ മഹദൂം എന്ന് പറയുന്ന സാത്വികനായ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, പോർച്ചുഗീസുകാരൻ കപ്പലിറങ്ങിയത് കേവലം കച്ചവടത്തിനോ നാമുമായി സൗഹൃദം കൂടാനോ അല്ല, അധിനിവേശ മോഹവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവനെ പ്രതിരോധിക്കേണ്ടത്
നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഭരണം സാമൂതിരിയുടെ ഭരണമാണ്. ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണമാണ് കോഴിക്കോടൊപ്പം നടന്നുകൊണ്ടിരുന്നത്. സാത്വികനായ പണ്ഡിതൻ പറഞ്ഞു, ആ ഭരണത്തെ സംരക്ഷിക്കണം, പോർച്ചുഗീസുകാരനെ പ്രതിരോധിക്കണം. പോരാട്ടത്തിന്റെ പരമ്പരകൾ സൃഷ്ടിക്കപ്പെട്ടു. കുഞ്ഞാലി മരക്കാർമാർ എന്നറിയപ്പെടുന്ന നാവിക പടയാളികൾ, ഒരു കുടുംബത്തിലെ 4 സഹോദരങ്ങളാണ് രക്തസാക്ഷിത്വം ഭരിച്ചത്. ആയിരക്കണക്കിന് പേർ രക്തസാക്ഷികളായി. 4 നാവിക പടയാളികൾ, ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ. ആ സന്ദർഭത്തിലാണ് സാമൂതിരി കോഴിക്കോട് കടപ്പുറത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്, ഹൈന്ദവ സമുദായമേ, അരേ സമുദായമേ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും, ഒരു ആൺതരിയെങ്കിലും മുസ്ലിമായി വളർത്തണം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ. അത് ചരിത്രം. അമിത്ഷാക്കറിയുമോ ആ ചരിത്രം? നരേന്ദ്രമോദിക്കറിയുമോ? ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നവർക്കറിയുമോ? ഈ രാജ്യത്തെ ജനങ്ങൾക്കതറിയാം. ഹൈന്ദവ സഹോദരങ്ങൾക്കറിയാം, ക്രൈസ്തവ സഹോദരങ്ങൾക്കറിയാം, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ നിന്നുമാണ് ആരംഭിച്ചത്. സൈനികരാണ് അതിന് തുടക്കം കുറിച്ചത്. തടവറകൾ തകർത്തുകൊണ്ട് രംഗത്ത് വന്നു. മീററ്റിൽ നിന്നും അവർ മാർച്ച് ചെയ്ത് ഡൽഹിയിലേക്കായിരുന്നു. സൈനികരാണ് തുടങ്ങിയതെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ പരിച്ഛേദം ആ സമരത്തിന്റെ പോരാട്ട വഴിയിൽ പങ്കാളികളായി. നാട്ടുരാജാക്കന്മാർ, പ്രജകൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, മുതലാളിമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ, പാമരന്മാർ, ഇന്ത്യൻ ജനത ഒന്നായി അണിചേർന്നു. ഇന്ത്യൻ ജനതയുടെ പരിച്ഛേദം. അവരെവിടേക്കാ മാർച്ച് ചെയ്തതെന്നറിയുമോ? ഡൽഹിയിലേക്ക്. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിന്റെ വീട്ടുപടിക്കലേക്കാണ് മാർച്ച് ചെയ്തത്. പാതിരാ സമയത്ത് എന്ന് മുട്ടി വിളിച്ചു, ബാദുഷാ, അങ്ങയെ കാണാൻ വന്നവരാണ് ഞങ്ങൾ. അങ്ങ് ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. എന്തുകൊണ്ട് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനോട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു? പ്രിയമുള്ളവരെ, ഇന്ന് ഇന്ത്യയുടെ എല്ലാ ചരിത്ര സ്മാരകങ്ങളും നശിപ്പിക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥലനാമങ്ങൾ, വിഖ്യാതമായ സ്ഥലനാമങ്ങൾ, അത് മാറ്റിമറിക്കുന്നതിന് വേണ്ടി പേരുകൾ ഒന്നൊന്നായി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ തമ്പുരാക്കന്മാർ. നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? എന്തുകൊണ്ട് ബഹദൂർ ഷാ സഫറിനോട് സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറഞ്ഞു? മുസ്ലിം ചക്രവർത്തിമാർ 8 നൂറ്റാണ്ടുകാലം ഇന്ത്യ ഭരിച്ചു. ഇന്ത്യയുടെ മധ്യകാലഘട്ടം, ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് വംശീയ ഉന്മൂലനം നടന്നില്ല, നിർബന്ധിത മതപരിവർത്തനം നടന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ലോക ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് മാടി വിളിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? സപ്താത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ മനോഹാരിത ആരാ ഇന്ത്യക്ക് സമ്മാനിച്ചത്? അമ്പിളി അമ്മാമനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുത്തബ് മിനാറിന്റെ ഔന്നത്യം. നമ്മുടെ റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്നല്ലോ, ജനുവരി 26. 56 ഇഞ്ച് നെഞ്ച് വളവുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ. 56 ഇഞ്ച് നെഞ്ചളവല്ല ഒരു പ്രധാനമന്ത്രിയുടെ യോഗ്യത. അതാദ്യം മനസ്സിലാക്കണം. അതിനെപ്പറ്റി വാചാലമാകുന്നവരോട് പറയട്ടെ, അതല്ല യോഗ്യത. ഇത്തിരി പോകുന്ന മനുഷ്യനാണെങ്കിലും അഭിമാനമുണ്ടാകണം, ആണത്വമുണ്ടാകണം, പൊതുബോധമുണ്ടാകണം. ഇദ്ദേഹത്തിന് നെഞ്ചളവുണ്ട്, പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊന്നുമില്ല. അദ്ദേഹം രാഷ്ട്രത്തെ അഭിവാദ്യം ചെയ്യുന്നത് ചെങ്കോട്ടയുടെ നെറുകയിൽ നിന്നുകൊണ്ടാണ്. ആരാണ് ആ ചെങ്കോട്ടയുടെ കെട്ടുറപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചത്? ഈ മുഗൾ ചക്രവർത്തിമാരല്ലേ? പ്രിയമുള്ളവരെ, ഇന്ത്യ വേദങ്ങളുടെ നാടാണ്, ഉപനിഷത്തുകളുടെ നാടാണ്. ഈ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇവകളൊക്കെ തന്നെയും ഇതിന്റെ ചൈതന്യം ഇന്ത്യൻ അതിർത്തികൾക്കുള്ളിൽ പരിമിതമായിരുന്നു. മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ് പേർഷ്യൻ ഭാഷയിലേക്ക്, ഉറുദു ഭാഷയിലേക്ക്, അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോ ലോക ജനതയ്ക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുകയായിരുന്നു. അതിന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ബഹദൂർ ഷാ സഫറിനോട് സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ബ്രിട്ടീഷുകാരൻ ആ സമരത്തെ അടിച്ചമർത്തി വളരെ പൈശാചികമായി കൈകാര്യം ചെയ്തു. ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കി. ബഹദൂർ ഷാ സഫറിനെയും പിടികൂടി. അദ്ദേഹത്തെ ബർമയിലേക്ക് നാട് കടത്താനാണ് തീരുമാനിച്ചത്. അദ്ദേഹം ബർമയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു സഞ്ചിയും തൂക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത്. ബ്രിട്ടീഷുകാരൻ അത് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനിത് നൽകില്ല. അവർക്കറിയാം ഇദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ബർമയിൽ എത്തിക്കഴിഞ്ഞാൽ ചുരുക്കം ചില ദിവസങ്ങളെ ഉള്ളൂ, അതുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളട്ടെ. അവസാനം ബർമയിലെത്തി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന ദിവസം വന്നു. തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴും ഈ സഞ്ചിയും പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്.
എല്ലാവരും വിചാരിച്ചു അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണും. കാരണം നൂറ്റാണ്ടുകൾ ഈ രാജ്യം അടക്കി ഭരിച്ച ഒരു രാജവംശത്തിന്റെ കണ്ണിയാണല്ലോ സ്വർണത്തിന്റെ കട്ടി, അല്ലെങ്കിൽ രത്നങ്ങളുടെ ശേഖരം, ഒന്നുമല്ലെങ്കിൽ നോട്ടുകെട്ടുകളെങ്കിലും ഉണ്ടാകും. അവർ ധരിച്ചു എന്തായാലും ഇപ്പൊ ജീവൻ നഷ്ടപ്പെടും, നമുക്ക് കൈവശപ്പെടുത്താം. അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹം അതും കൊണ്ടുപോയി. ആ തൂക്കുമരത്തിലേക്ക് കയറുമ്പോഴും ആ സഞ്ചിയും അദ്ദേഹം പിടിച്ചിരുന്നു. വധശിക്ഷ നടപ്പിലാക്കി. ജീവൻ വിട്ടകന്നു, സഞ്ചി താഴെ വീണു. എല്ലാവരും ഓടിയെത്തി അത് പരിശോധിക്കുമ്പോൾ അതിലൊന്നുമില്ല, ഒരു പിടി മണ്ണ് മാത്രമാണുള്ളത്. ആശ്ചര്യപ്പെട്ടു പോയി. ഈ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിച്ചു. അവരാ മണ്ണ് പരിശോധിച്ചു നോക്കി. പക്ഷെ ഒരു കുറിപ്പടി കിട്ടി അവർക്ക്. ആ കുറിപ്പടിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ എൻ്റെ പെറ്റുമ്മയെ പോലെ എന്നെ ഞാൻ സ്നേഹിച്ച എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യം, ആ രാജ്യത്ത് എൻ്റെ മയ്യത്ത് മറമാടപ്പെടണമെന്നും ആ മണ്ണിൽ ലയിച്ചു ചേരണമെന്നുമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് അതിനുള്ള അവസരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ കബറിടം ഈ മെർമയിലാണ് ഒരുങ്ങുന്നതെങ്കിലും ശരി, എന്റെ കുഴിമാടം ഇവിടെയാണ് എടുക്കുന്നതെങ്കിലും ശരി, ഏതെങ്കിലും ഒരു വിശ്വാസി എന്റെ കബറിടത്തിലേക്ക്, എന്റെ കുഴിമാടത്തിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് എന്റെ കുഴിമാടത്തിലേക്ക്, എന്റെ കബറിടത്തിലേക്ക് ഇടുന്നുവെങ്കിൽ അത് ഞാൻ എന്റെ പെറ്റുമ്മയെ പോലെ സ്നേഹിച്ച എന്റെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യത്തു നിന്നുള്ള ഈ മണ്ണായിരിക്കണം നിങ്ങൾ ഇടേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിൻ പ്രിയമുള്ളവരെ. അതാണ് മുസൽമാന്റെ രാജ്യസ്നേഹം. അവരുടെ സ്മാരകങ്ങളെയാണ് അവർ പണി കഴിപ്പിച്ചതാണ് ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി ഉയർന്നു നിൽക്കുന്ന എല്ലാത്തിനെയും തച്ചു തകർക്കുകയാണ്. എല്ലാത്തിനെയും തച്ചു തകർക്കുന്നു. എന്നിട്ട് ഒരു സമുദായത്തെ ചൂണ്ടിയിട്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സംഘ് പരിവാരുകാരൻ, ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നവർ, നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. മുസൽമാൻ എവിടെയും പോകുന്നില്ല. അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ കർമ്മം കൊണ്ട് അവർ തെളിയിച്ചതാണ് ഈ രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം മറന്ന് തങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ച്, ഭാര്യമാരെ വിധവകളാക്കി, മക്കളെ അനാഥരാക്കി, എല്ലാം സമർപ്പിച്ച് എരിഞ്ഞടങ്ങിയവർ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഇന്ത്യക്കാരെല്ലാവരും വൈദേശികാധിപത്യത്തിനെതിരിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആചാര്യന്മാർ ഇവിടെയായിരുന്നു. നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത് ആ ചരിത്രത്തെയാണ്. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്യുകയായിരുന്നില്ലേ? ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി നടന്ന സമരത്തിൽ ഒരു കാരമുള്ളെങ്കിലും കാലിൽ തറച്ച ഒരു പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടോ? നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ പൗരത്വ നിയമത്തെ പറ്റി സംസാരിക്കാൻ, പൗരത്വം തെളിയിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെടാൻ. ഒരു കാരമുള്ള കാലിൽ തറച്ച, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഏകദേശം 1 വർഷം മുമ്പ് ഡൽഹി നിയമസഭയുടെ അകത്ത് ടിപ്പു സുൽത്താന്റെ ചിത്രം പ്രദർശിപ്പിക്കുവാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി. ആകെ പ്രശ്നമായി. ബിജെപിക്കാർ പ്രശ്നവുമായി വന്നു. ടിപ്പുവിന്റെ ചിത്രമോ? ടിപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു ഹാലിളക്കമാ. ആരാ ടിപ്പു സുൽത്താൻ? ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ, നീതിമാനായ, ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ്. ലാൻഡ് സർവേ ആദ്യമായി നടപ്പിലാക്കിയ ടിപ്പു സുൽത്താനാണ്. കേരളത്തിൽ നമുക്കറിയാം, EMSന്റെ മന്ത്രിസഭ വന്നപ്പോ KR ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നപ്പോ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു. ജന്മി കുടിയാൻ വ്യവസ്ഥകൾ റദ്ദു ചെയ്തു. കീഴാള മേലാള സമ്പ്രദായം അവസാനിപ്പിച്ചില്ലേ? ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുമ്പോ പാവപ്പെട്ട കറുത്ത വർഗക്കാരായ സ്ത്രീകൾ മാറുമറയ്ക്കാതെ പോകുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചു, എന്താ ഇത്? അവർ കീഴാള വർഗത്തിൽപ്പെട്ടവരാണ്, അവർക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവിടെ നിന്നുകൊണ്ട് ഉത്തരവിട്ടു, മറക്കപ്പെടാത്ത മാറുകൾ അരിഞ്ഞു വീഴ്ത്തും. കീഴാള സമൂഹത്തിന്റെ ചാരിത്ര്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെട്ടു. ചേലക്കര എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു നാമം പോലും അങ്ങനെയല്ലേ ഉണ്ടായത്? ചേലക്കര ഇന്നൊരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. ആ ചേലക്കരയ്ക്ക് നാമകരണം പോലും നൽകപ്പെട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ടിപ്പു സുൽത്താൻ. ധീരനായ പോരാളിയായിരുന്നു. ബ്രിട്ടീഷുകാരനെതിരെ പോരാടി, ജീവിതാവസാനം വരെ പോരാടി. അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ഇഷ്ടദാസനായി മരണം വരെ രാജാവായി ജീവിക്കാമായിരുന്നു. ജീവിച്ചില്ല. ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്ത് വെച്ച് 1799 മെയ് മാസം 4-ാം തീയതി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ഉജ്ജ്വലമായ പോരാട്ടം. അവസാനം ടിപ്പു വീണു.
ടിപ്പു വീണപ്പം മരിച്ചു എന്നുള്ള ഒരു സംശയത്തോടു കൂടി ബ്രിട്ടീഷുകാരന്റെ അതിയായ ആഗ്രഹം, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അതിയായ ആഗ്രഹം അദ്ദേഹത്തിന്റെ നെഞ്ചത്തൊന്ന് ചവിട്ടുന്നതിന് വേണ്ടി കാലെടുത്ത് പൊക്കി മരണശയ്യയിൽ കിടന്നുകൊണ്ട് ആ കാല് അരിഞ്ഞു വീഴ്ത്തി. അതാണോ ടിപ്പു സുൽത്താൻ, ധീരനായ ടിപ്പു സുൽത്താൻ. ടിപ്പു രക്തസാക്ഷിത്വം വരിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായി എന്ന്. ആ സന്ദർഭത്തിലാണ് പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായി. എന്തുകൊണ്ട് അതുവരെ പറയാൻ സന്നദ്ധനായില്ല? അതാണ് ചരിത്രം. കെജ്രിവാൾ അദ്ദേഹം പറഞ്ഞു ആ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ടിപ്പുവിന് സമാനമായ സംഭാവന വേണ്ട, അതിന്റെ 1000-ലൊരംശം സമാനമായ സംഭാവന നൽകിയ ഇത് വേണ്ട, 1000-ലൊരംശം സംഭാവന നൽകിയ പേര് വേണ്ട. എന്തെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് ചെയ്ത, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്ത ഒരു പേര് പറ ബിജെപിക്കാരാ, ഞാൻ ഇവിടെ വെക്കാം. അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളിയാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചോ? സാധിക്കില്ല. ലോകാവസാനം വരെ ആ ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആരും സംശയിക്കേണ്ട കാര്യമില്ല. അതാണ് സംഘ് പരിവാറുകാരന്റെ ചരിത്രം. അവരാണ് പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ രാഷ്ട്രങ്ങളല്ല. ഞാൻ പറയട്ടെ, ഈ രാഷ്ട്രങ്ങളല്ല, സാക്ഷാൽ സൗദി അറേബ്യ ഉണ്ടല്ലോ. ഇവിടെ ഇശാ നമസ്കാരത്തിന്റെ ബാങ്ക് ഞാൻ നിങ്ങളും കേട്ടു. 5 നേരം ബാങ്കുലി നാം കേൾക്കുന്നു. വിശ്വാസികൾ നിർബന്ധമായും 5 നേരം സുട്ടാവിന് വണങ്ങുന്നു, ആരാധനയർപ്പിക്കുന്നു. അവരുടെ നെഞ്ചു തിരിച്ചു വെക്കുന്നത് വിശുദ്ധ കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയം സ്ഥിതി ചെയ്യുന്നത്, പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടതും വഫാത്തായതും സൗദി അറേബ്യയിലാണ്. ആ സൗദി അറേബ്യ എന്ന് കേട്ടാലും നമ്മുടെ മാതൃരാജ്യവുമായി നാം അതിനെ തുലനം ചെയ്യില്ല. അതാണ് ചരിത്രം.